കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം തുടർച്ചയായി റോമാലേഖനത്തെ അടിസ്ഥാനമാക്കി ദൈവവചനം ചിന്തിച്ചു വരികയാണല്ലോ. അതിൻ്റെ 12-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നും ഈ ശുശ്രൂഷ നിർവഹിക്കത്തക്കതുപോലെ കർത്താവ് നമുക്ക് ആരോഗ്യവും ദൈവകൃപയും തന്ന് നമ്മെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കരുണയ്ക്കായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ദേശം, നമ്മുടെ സമൂഹം വളരെ പ്രയാസകരമായ ഒരു ആരോഗ്യ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കർത്താവിൻ്റെ വലിയ കൃപ ഈ സാഹചര്യത്തിൽ നമ്മുടെ മേലുണ്ടാകേണ്ടതിനായി നാം പ്രത്യേകം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കണം. കർത്താവ് അറിയാതെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉറപ്പേറിയ വാഗ്ദത്തമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സാഹചര്യത്തിൽ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടരുത്. ദൈവത്തിൻ്റെ നന്മയെ സംശയിക്കരുത്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് അല്പം പോലും കുറഞ്ഞു പോകരുത്. നന്മയ്ക്കല്ലാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യൻ ലൗകികതയുടെയും ജഡികതയുടെയും ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെയും പിന്നാലെ പടയ്ക്ക് പുറപ്പെട്ട പടക്കുതിരയെപ്പോലെ പലായനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവരെ ആ ഭ്രാന്തൻ പലായനത്തിൽ ഒന്ന് പിടിച്ചു നിർത്തി തന്നിലേക്ക് തിരിയുവാൻ മനുഷ്യനെ മാടി വിളിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഇടപെടലായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള അനേക ദൈവിക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ദൈവം മനുഷ്യനെ തന്നിലേക്ക് തിരിച്ചിട്ടുണ്ട്. മനുഷ്യർ തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാനും തങ്ങളെ തന്നെ താഴ്ത്തുവാനും മനുഷ്യന് മനസ്സ് വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. സത്യദൈവത്തിങ്കിലേക്കുള്ളൊരു മടങ്ങിവരവ് കാർമ്മികമായുള്ള ചില ചടങ്ങുകളാൽ ദോഷം അകറ്റുവാൻ കഴിയുമെന്നുള്ള മൗഢ്യമായ ചിന്തയൊക്കെ മാറ്റിവെച്ച് സകലവും സൃഷ്ടിച്ചവനും സർവകാരുണികനും നമ്മെ കരുതുന്നവനും നമ്മെ സ്നേഹിക്കുന്നവനും സകലത്തിന്മേലും അധികാരമുള്ളവനും നമ്മുടെ ജീവനും ശ്വാസവും തൃക്കൈകളിലുള്ളവനുമായ പരിശുദ്ധ ദൈവം, സ്നേഹവാനായ ദൈവത്തെ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ മനസ്സ് വെക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കരുണ കാണിക്കും. കോപത്തിൽ കരുണ മറന്നു കളയുന്നവനല്ല ദൈവം. പിതൃഹൃദയത്തിൻ്റെ ദുഃഖത്തോടുകൂടിയുള്ള ഒരു ശിക്ഷാ നടപടി എന്ന് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ദൈവം ഒരിക്കലും തൻ്റെ ജനത്തെ തള്ളിക്കളയുന്നവനല്ല, മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവം കരുതിയിട്ടുണ്ട്. ആ കരുതുന്നവനായ, സ്നേഹനിധിയായ, കരുണയുള്ളവനായ നമ്മുടെ ദൈവത്തിൻ്റെ തൃക്കാൽക്കൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ളൊരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുകയാണ് ആവശ്യമായിരിക്കുന്നത്. അതിന് സർവ്വകൃപാലുവായ ദൈവം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അതിനുള്ള മനസ്സൊരുക്കം നൽകട്ടെ, അതിനുള്ള താല്പര്യം നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ നിലയിൽ ഈ രോഗം അന്ന് ശമിച്ച് കഴിഞ്ഞതോടെ മനുഷ്യൻ മുമ്പത്തേക്കാൾ അധികമായി ജഡികതയിൽ പിന്നെയും മുഴുകുന്നതാണ് നമ്മൾ കണ്ടത്.
ധാർഷ്ട്യഭാവത്തോടുകൂടി അധികാരികൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് ലൗകികവും ജഡികവുമായ വൈകാരിക ഉല്ലാസങ്ങളിൽ ഭ്രാന്തന്മാരെ പോലെ ഏർപ്പെടുന്ന വല്ലാത്ത സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥ നമ്മുടെ ഇടയിൽ ആവർത്തിക്കരുത്. ദൈവം നമ്മോട് കരുണ ചെയ്യട്ടെ. കണ്ണുനീരോടെ ദൈവമക്കൾ ദേശത്തിൻ്റെ സൗഖ്യത്തിനായും ജനത്തിൻ്റെ വിടുതലിനായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളത് ചെയ്തു വരുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ശാരീരികമായ ക്ലേശങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കരുതുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, ദൈവം കാര്യങ്ങളെ മുഴുവൻ ഏകവീക്ഷണത്തിൽ കാണുന്നവനാകയാൽ ഈ താൽക്കാലിക ജീവിതത്തിൽ സുഖത്തോടും ആരോഗ്യത്തോടും കൂടെ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അഭിലഷണീയമായിരിക്കുന്നത്. ഈ ജീവിതം താൽക്കാലികമാണ്. നിത്യമായ ഒരു ജീവിതമുണ്ട്. നിത്യമായ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങുന്നതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് നമ്മൾ ഈ സാഹചര്യത്തെ മനസ്സിലാക്കുകയും ഈ സമയത്ത് ജഡികതയിൽ നിന്നും ലൗകികതയിൽ നിന്നും പാപ വഴികളിൽ നിന്നും ആസക്തികളിൽ നിന്നും നാം പിന്മാറി ആത്മീയതയിലേക്കും ദൈവബോധത്തിലേക്കും സമ്പൂർണമായ ദൈവിക സമർപ്പണത്തിലേക്കും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ഒന്നുമില്ലായ്മ നാം ദൈവസന്നിധിയിൽ സമ്മതിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീഴുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ശാസ്ത്രീയ നേട്ടം കൊണ്ട്, നമ്മുടെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട്, നമ്മുടെ ധനം കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത് ദൈവസന്നിധിയിൽ വിനയപൂർവ്വം അംഗീകരിച്ച് ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരവസരമായി ഞാനിതിനെ കാണുന്നു. നിങ്ങളതിനെ അങ്ങനെ കണ്ട് ദൈവം മുമ്പിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാനും, എൻ്റെ ദൈവമേ, ഒരു ശ്വാസത്തേക്കാൾ ഞാൻ ബലഹീനനാണ്, ഒരു ശ്വാസം കഴിക്കാൻ പോലും അങ്ങ് എനിക്ക് അവസരം തന്നെങ്കിലേ, കൃപ തന്നെങ്കിലേ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ എന്നിൽ തന്നെ മതിയായവനല്ല എന്നുള്ള ആ ബോധ്യത്തോടുകൂടി അത് ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ, ഒരു ഭംഗിവാക്കായിട്ടല്ല, ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ അത് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുകയാണ് നാം ഈ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്. അതിനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹജീവികളായ കൂട്ട സഹോദരങ്ങളെക്കുറിച്ച് കരുതലുള്ളവരായി നാം ദൈവത്തോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ സമൂഹത്തോടും കൂട്ട സഹോദരങ്ങളോടുമുള്ള നമ്മുടെ കടപ്പാടുകളും തീർച്ചയായിട്ടും വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് ദൈവം നമുക്ക് എല്ലാവർക്കും മനസ്സൊരുക്കം തരട്ടെ, അതിനുള്ള കൃപ തരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതാണ് റോമാലേഖനത്തിൽ ഈ 2ാം ഭാഗമായ 12ാം അധ്യായം മുതൽ 15ാം അധ്യായം വരെയുള്ള ഈ ഭാഗത്ത് 16ാം അധ്യായം വന്ദനങ്ങളുടെയും ഒരു കൺക്ലൂഷൻ്റെയും ഭാഗമാണ് നമുക്കറിയാമല്ലോ. 12ാം അധ്യായം മുതൽ 15ാമത്തെ അധ്യായം വരെയുള്ള ഭാഗം അങ്ങനെയുള്ള ദൈവത്തോട് നമ്മളുടെ ബന്ധവും നമ്മുടെ സഹജീവികളോട് നമ്മളുടെ ബന്ധവും അത് വിശ്വസ്തയോടെ ദൈവപ്രസാദമുള്ള നിലയിൽ നിർവഹിക്കുന്നതിനുള്ള പ്രായോഗികമായ പ്രബോധനങ്ങളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 12ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നോക്കണേ, സ്തോത്രം. അതെ, യാഗമായി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന ജീവിതം, ലിവിങ് സാക്രിഫൈസ്. നമ്മൾ ഒരു നിമിഷം കൊണ്ട് അങ്ങ് യാഗമായി എരിഞ്ഞടങ്ങുകയല്ല, നമ്മുടെ രക്തം ചിന്തി എരിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് അടങ്ങുകയല്ല. ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ദൈവപ്രസാദമുള്ള ഒരു യാഗമെന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയായ സ്തോത്രം സൽപ്രവർത്തികളുടെയും ദൈവിക കൂട്ടായ്മയുടെയും ആ സുഗന്ധം പരത്തുന്നവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളുമായി ബന്ധപ്പെടുന്നവരൊക്കെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ട് നമ്മെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവനാമം നമ്മുടെ എളിയ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാവുകയാണ്. സ്തോത്രം. അങ്ങനെ ഒരു ജീവിതം നാം നയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ നാം പ്രായോഗികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗത്ത് വിശദമായി പൗലോസ് ശ്ലീഹ നമുക്ക് പ്രബോധനം തരികയാണ്.
നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്, നമ്മളൊന്ന് ഭാവിക്കണം. സ്തോത്രം. നമ്മൾ സുബോധമാവണ്ണം ഭാവിക്കണം. നമ്മൾ ആരാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഓർക്കണം. നമ്മുടെ സഹജീവികളുടെ കൂട്ടു സഹോദരങ്ങളാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ ക്രിസ്തീയ ബന്ധത്തിൽ, ആത്മീയ കൂട്ടായ്മയിൽ, ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ വന്നവർ ഒരു ശരീരം പോലെ ഐക്യമത്യത്തോടും സ്നേഹത്തോടും അന്യോന്യമുള്ള കരുതലോടും കൂടി ക്രിസ്തു എന്ന ശിരസ്സിന് കീഴെ കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവിക ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് ദൈവം അങ്ങനെയുള്ള ജീവിതത്തിന് നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ചും നാം നിർവഹിക്കേണ്ട കടപ്പാടുകളെ സംബന്ധിച്ചും താഴോട്ട് വിശദീകരിക്കുകയാണ്. പ്രവചനം അത് നോക്കണേ. ആകിയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വേറെ വരമുള്ളതുകൊണ്ട് ഒരു വരമില്ലാത്തവരാരുമില്ല. എവറി മെമ്പർ ഓഫ് എ ചേർച്ച് ഷുഡ് ബി എ ഫങ്ഷണൽ മെമ്പർ. ഒരു കൂട്ടരെ സഭയിലെ ചുമതലപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടത്തെ എക്സിക്യൂട്ടീവ്സായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചേച്ച് നമ്മളൊരു പാസീവായി ഒരു നിഷ്ക്രിയരായ വളരെ ഇനാക്റ്റീവായ ഒരു റോള് വഹിച്ചുകൊണ്ട് പോകുന്നതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ശരീരത്തിലെ അവയവങ്ങളെല്ലാം സജീവമായിരിക്കുന്നത് പോലെ ഒരു സഭയിലെ എല്ലാ വിശ്വാസികളും കർത്താവിനെ അറിഞ്ഞ് എല്ലാവരും സജീവമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ രണ്ട് ഗണത്തിൽ തിരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഒന്ന്, വാക്കുകളിലൂടെ ചെയ്യുന്ന ശുശ്രൂഷ, പ്രവചനം, ഉപദേശം, പ്രബോധനം ഇത്യാദി കാര്യങ്ങൾ. അതേസമയം രണ്ട്, പ്രായോഗിക തലത്തിൽ ദാനം ചെയ്യുക, മറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുക, കരുണ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. ഇങ്ങനെ രണ്ട് തലത്തിൽ കൃപാവരങ്ങളെ തരം തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേലാണ് മൂലക്കല്ലായ യേശു ക്രിസ്തുവിന്മേൽ ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അവരാണ് അടിസ്ഥാനക്കല്ല്. മൂലക്കല്ലായി യേശു ക്രിസ്തുവിനെ തന്നെ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. എഫേസ് ലേഖനത്തിൽ പ്രത്യേകം അത് പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹായിലൂടെ തന്നെ വിശദീകരിച്ചിരിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ എഫേസിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവസഭയാകുന്ന ജീവനുള്ള സൗധത്തിൽ മൂലക്കല്ലായിരിക്കുന്ന, തന്നിൽ തന്നെ ജീവനുള്ളവനായ ജീവദാതാവായ യേശു ക്രിസ്തു മൂലക്കല്ല്. അവൻ മീതെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും നമ്മൾ എടുക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷക വൃന്ദമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില വേദപണ്ഡിതന്മാർ തന്നെ അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞു, ഇന്ന് സഭയിൽ അപ്പസ്തോലന്മാരില്ല എന്ന് വാദിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എന്നാൽ നമ്മൾ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷക വൃന്ദത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ എഫേസ് ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലരെ അപ്പോസ്തലന്മാരായ, ചില പ്രവാചകന്മാരായ, ചില സുവിശേഷകന്മാരായ, ചില ഇടയന്മാരും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഇങ്ങനെ 5 വിധ ശുശ്രൂഷക വൃന്ദം. ഈ 5 വിധ ശുശ്രൂഷക വൃന്ദത്തിൻ്റെ ശുശ്രൂഷകൾ ഏത് കാലഘട്ടത്തിലും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് അപ്പോസ്തലന്മാർ ഉണ്ടോ? അപ്പോൾ അടിസ്ഥാനക്കല്ലായി ഇട്ടിരിക്കുന്ന കാണുന്ന യേശു ക്രിസ്തുവിന് മീതെ അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനക്കല്ലുകളിന്മേൽ, പ്രവാചകന്മാരെന്ന അടിസ്ഥാനക്കല്ലിന്മേൽ പണിതിരിക്കുകയാണെങ്കിൽ ഇന്ന് പിന്നെയും അടിസ്ഥാനക്കല്ലുകളുണ്ടോ? ഇന്ന് പിന്നെയും പ്രവാചകന്മാരുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നാ അടിസ്ഥാനക്കല്ലുകൾ പിന്നെ മേളിലാണോ പണിയുന്നത്, അതോ അടിസ്ഥാനം ഇളക്കി പിന്നെ അതിൻ്റെ മേളിൽ പണിയുകയാണോ? അപ്പോൾ ഇപ്പോൾ അപ്പോസ്തലന്മാരുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ദൈവവചനം നിർമ്മല ഹൃദയത്തോടെയും മുൻവിധിയില്ലാതെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ 2 വിധത്തിലുള്ള അപ്പസ്തോല വൃന്ദത്തെക്കുറിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് ശ്ലീഹ തന്നെ പറയുമ്പോൾ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. അപ്പോൾ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാർ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന, നമുക്കറിയാമല്ലോ, അവർ പെന്തക്കോസ്ത് ദിവസത്തിന് തൊട്ട് മുമ്പ് അവർ 120ഓളം പേര് കൂടിയിരിക്കുമ്പോൾ
പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞ ഒരു പുതിയ ഒരു യൂദ വിട്ടുപോയ സ്ഥലത്തേക്ക് ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ, യോഹന്നാൻ്റെ സ്നാനം മുതൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെ അവൻ്റെ കൂടെ നടന്നിരുന്നവരിൽ അവൻ്റെ വാക്കുകൾ നേരിട്ട് കേട്ടവരിൽ ഒരുവൻ സാക്ഷിയാകണം. അങ്ങനെയാണ് രണ്ടുപേരെ നിർത്തി മത്യാസിനെ തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ പത്രോസ് ഒന്നാമത്തെ പ്രസംഗം ചെയ്യുമ്പോൾ 11 പേരോട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ നോക്കണേ, അപ്പോൾ ഈ അതിശ്രേഷ്ഠതയുടെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് ആ ഗണത്തിൽ പെടുന്നു നമുക്ക് മനസ്സിലാക്കാം. അതിൽ പൗലോസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും പൗലോസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മത്യാസിനെ പിന്നെ നമ്മൾ കാണുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത പൗലോസിനെ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മനുഷ്യൻ പലപ്പോഴും തങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ചീട്ടിടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് വെച്ചേക്കുക. 2 പേരെ ഇട്ടേച്ച് ഈ 2 പേരിൽ ആരാന്ന് പറയണം. ആരാന്ന് പറയുമ്പോൾ ചീട്ട് ആരിലും ഒരാളിന് വീണല്ലേ ഒക്കുകയുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, പിൽക്കാലത്ത് വരുമ്പോൾ 13-ാം അധ്യായം, പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം പൗലോസിനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നിയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഈഗോ അപ്പോസ്റ്റലോ ഐ അപ്പോസിലിയോ എന്ന് പറഞ്ഞ് ദൈവം തന്നെ അപ്പോസ്തല പദവിയിൽ നിയമിച്ചു എന്നുള്ളത് പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്നു. അപ്പോൾ അതിശ്രേഷ്ഠതയുടെ അപ്പോസ്തലന്മാർ ആ ഗണത്തിൽ ഈ 12 പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് കാലഘട്ടത്തിലും ദൈവം അപ്പോസ്തോലിക ശുശ്രൂഷയുള്ളവർ ഒരു പുതിയ സ്ഥലത്ത് പോയി ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് അടിസ്ഥാനമിട്ട് അല്ലെങ്കിൽ ആരംഭ പ്രവർത്തനങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ സഭയുടെ സ്ഥാപനത്തിന് വേണ്ടിയും ദൈവമക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും അധ്വാനിക്കുകയും മാത്രമല്ല ദൈവം അവരെ അഭിഷേകം ചെയ്ത് ഉപയോഗിച്ച് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും അപ്പസ്തോലിക ശുശ്രൂഷ വെളിപ്പെടുകയും ചെയ്യുന്നു. അതാണ് കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ഉം 12-ഉം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടത് ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പസ്തോലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ. അപ്പോൾ ഈ യോഗ്യതകളുള്ള ഈ ലക്ഷണങ്ങളുള്ള ശുശ്രൂഷകന്മാർ സഭാ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ഒരു പുതിയ സ്ഥലത്ത് വേല സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയി ശുശ്രൂഷിച്ചിട്ടുള്ളവരെ കാണാൻ കഴിയും. അപ്പോൾ അവരെ ആ 2-ാം കിടയിലുള്ള അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവരായി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ബർന്നബാസിനെയും മറ്റും അപ്പസ്തോലെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസും ബർന്നബാസും ഇങ്ങനെ പോയി ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 13-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ പ്രധാനികളായി ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി. എന്നിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വരുമ്പോൾ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പസ്തോലന്മാരുടെ പക്ഷത്തിലുമായി. അപ്പോൾ നോക്കണേ, അപ്പസ്തോലന്മാർ എന്ന കൂട്ടത്തിൽ ബർന്നബാസിനെയും നമുക്ക് കാണാൻ കഴിയും. നോക്കണേ, അങ്ങനെ അപ്പസ്തോലിക ഈ 12 പേരല്ലാതെ ഒരു 2-ാം ഗണത്തിൽപ്പെടുന്ന അപ്പസ്തോലന്മാർ എന്നുള്ള ആ ശുശ്രൂഷയ്ക്കായി ദൈവം നിയമിച്ചിരിക്കുന്നവരെ കാണാം. ഇതുപോലെ തന്നെ അടിസ്ഥാനക്കല്ലുകളായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർ, അടിസ്ഥാന പ്രബോധനങ്ങൾ നൽകിയവർ, ദൈവവചനത്തിലെ നിത്യമായ സന്ദേശങ്ങൾ, നിത്യമായ ദൈവിക അരുളപ്പാടുകൾ രേഖപ്പെടുത്തുവാനായി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചക ദൗത്യം നിർവഹിച്ച ശുശ്രൂഷകന്മാർ. അവർക്ക് അപ്പസ്തോലന്മാരിൽ തന്നെ ആ പദവിയുള്ള യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ടെന്ന് പറയപ്പോൾ യൂദയും ശീലാസും അവർ പ്രവാചകന്മാരും കൂടി ആയിരുന്നു. അപ്പം നമ്മുടെ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസും പ്രവചന ശുശ്രൂഷയുള്ളവരായിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാർ തന്നെ പ്രവാചക ശുശ്രൂഷ ചെയ്തവരായിരുന്നു. അപ്പോൾ അന്ന് അടിസ്ഥാനമായ പ്രബോധനങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ദൈവം നിയമിച്ച പ്രവചന ശുശ്രൂഷയുള്ളവർ, അവരും ഈ അടിസ്ഥാന കല്ലുകളായി നിൽക്കുന്ന പ്രവാചകന്മാരെന്ന് പറയാൻ കഴിയും. അതിനുശേഷം ഈ കാലത്തും പ്രവചന ശുശ്രൂഷ, കാര്യം പ്രബോധനമെന്നാണല്ലോ പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഈ കാലഘട്ടത്തിലും അങ്ങനെ പ്രബോധനം പറഞ്ഞ് ദൈവജനത്തെ നയിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, സ്തോത്രം, അവരെ 2-ാം ഗണത്തിൽപ്പെടുന്ന പ്രവാചകന്മാരെന്ന് പറയുവാൻ കഴിയും. ഇങ്ങനെ അപ്പസ്തോലന്മാരും 2 ഗണത്തിൽപ്പെടുന്നവർ, ഇന്നും അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. 2 പ്രവാചകന്മാർ, അതും 2 ഗണത്തിൽപ്പെടുന്നവർ, അടിസ്ഥാനക്കല്ലുകളായി നിയമിക്കപ്പെട്ട് അടിസ്ഥാന ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി ദൈവജനത്തിന് നൽകി ദൈവവചനത്തിൽ അവ രേഖപ്പെടുത്തി
വെളിപ്പെടുത്തപ്പെടത്തക്കതുപോലെ നിത്യമായ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചക ശുശ്രൂഷ ചെയ്തവർ. അതുപോലെ തന്നെ ഇന്നും ദൈവസഭയിൽ അതാത് കാലഘട്ടത്തിൽ ദൈവസഭയെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവരെ പ്രബോധിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ശുശ്രൂഷിക്കുന്ന പ്രവാചക ശുശ്രൂഷകന്മാരെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. ദൈവസഭ ഭൂമിയിലുള്ളിടത്തോളം കാലം 5 വിധ ശുശ്രൂഷാ വൃന്ദവും ദൈവസഭയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കാര്യം സഭ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവസഭയ്ക്ക് ലഭിച്ച ശുശ്രൂഷകൾ ഒന്നും തന്നെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവസഭയ്ക്കും ദൈവം ഒരിക്കലും നിഷേധിക്കുകയില്ല. ഈ കാലഘട്ടത്തെ കൃപാകാലമെന്നും അന്ത്യകാലമെന്നും സഭായുഗമെന്നും ഒക്കെയല്ലേ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തെ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള ഈ ദീർഘമായ കാലഘട്ടത്തെ അന്ത്യകാലം, സഭായുഗം അഥവാ കൃപായുഗം എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ ഈ ഒരു കാലഘട്ടത്തെ ഒന്നായി ദൈവം കാണുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് 5 വിധ ശുശ്രൂഷക വൃന്ദത്തെയും ദൈവം ശുശ്രൂഷയ്ക്കായി നിയമിച്ചിരിക്കുന്നു. നമുക്ക് ന്യായമായും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. സ്തോത്രം ആട്ടെ. അങ്ങനെ അതാണ് പ്രവചനമെങ്കിൽ എന്ന് പറഞ്ഞ് ഇവിടെ പറയുകയാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്, വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, വചനപ്രകാരം വചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിട്ടുകളഞ്ഞിട്ടൊരു പ്രവചനമില്ല. അടിസ്ഥാന പ്രമാണങ്ങൾ വിട്ടുകളഞ്ഞൊരു പ്രവചനമില്ല. ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് പ്രവചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ, ഒരു ചെറിയ ഭാഗമേ ആകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞാലും വചനത്തിൻ്റെ ഉപദേശത്തിന് അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അകത്ത് തന്നെ നിൽക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്ന് പൗലോസ് ശ്ലീഹ താൻ തന്നെ പ്രബോധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. അപ്പോൾ ഇവിടെ പ്രവചനം തുച്ഛീകരിക്കരുതെന്നും പ്രവചനത്തെ ശോധന ചെയ്യണമെന്നും അത് അടിസ്ഥാനത്തിൽ തന്നെ ദൈവം നിയമിച്ച് നിത്യമായ ദൈവിക പ്രമാണങ്ങൾ പ്രബോധനമായി ദൈവസഭയ്ക്ക് നൽകുവാൻ നിയമിക്കപ്പെട്ട അപ്പസ്തോലിക കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല. കാലാകാലങ്ങളിൽ സഭയിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ അവർ പറയുന്ന പ്രവചനം എന്താണെങ്കിലും അതുപോലെ എടുക്കുവാൻ നമുക്ക് പാടില്ല. അക്കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാർ അവർ പറഞ്ഞിരുന്നത് അത് അതുപോലെ വിശ്വസിക്കേണ്ടതാണ്, അത് അതുപോലെ അംഗീകരിക്കേണ്ടതാണ്. അത് ശോധന കഴിക്കുവാൻ ആവശ്യമുള്ളതല്ല. അത് ശോധന കഴിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ അഭിഷേകത്താലും സവിശേഷമായ പ്രചോദനത്താലും നിയന്ത്രണത്താലും നിയോഗത്താലും ദൈവനിശ്വാസ്യമായ ദൈവ തിരുവെഴുത്തുകളായി എഴുതിയവയാണ്. അവരുടെ പറഞ്ഞ അപ്പസ്തോലിക പ്രബോധനങ്ങളെ, ഉപദേശങ്ങളെ നമുക്ക് ശോധന കഴിക്കേണ്ട ആവശ്യമില്ല. അന്ന് ആ നിലയിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം നിയമിച്ച ദൈവവചനത്തിൽ പ്രബോധനങ്ങൾ ഉൾപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രവാചക ശുശ്രൂഷ ചെയ്തിരുന്ന പ്രവാചകന്മാരുടെയും വാക്കുകൾ നമ്മൾ ശോധന കഴിക്കേണ്ടതിൽ അത് അതുപോലെ എടുക്കാം. എന്നാൽ ഈ 2-ാം ഗണത്തിൽപ്പെടുന്ന പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും ഉപദേശങ്ങൾ പ്രിയപ്പെട്ടവർ നമുക്ക് ശോധന കഴിക്കാം. കാര്യം പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണമാണോ എന്ന് ശോധന കഴിച്ചിട്ട് വേണം ഇന്നത്തെ പ്രവചനങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. ഇന്ന് അപ്പസ്തോലന്മാർ എന്ന നിലയിൽ അവകാശപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തെന്ന് വന്നേക്കാം. പക്ഷേ അവർ പറയുന്നതും അവസാന വാക്കല്ല. അവർ പറയുന്നതും എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി ശോധന ചെയ്ത് മാത്രമേ എടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരും 2-ാം ഗണത്തിൽപ്പെടുന്ന അപ്പസ്തോലന്മാരും വ്യത്യാസമുണ്ട്. അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരുടെ ഗണത്തിൽപ്പെട്ട അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ശുശ്രൂഷയും ഇന്നത്തെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയും വ്യത്യാസമുണ്ട്. ഈ രണ്ടും വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ ഈ താഴോട്ടുള്ള പ്രബോധന വാക്കുകളിൽ നമ്മൾ അടിസ്ഥാനമായി ഈ വസ്തുതകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം വേറെ വരമുള്ളതുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിലൊന്ന് വചനപ്രകാരമുള്ള പ്രവചനങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ശുശ്രൂഷ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന
അതിനുള്ള പ്രത്യേകമായ ചില പ്രത്യേക പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ആ വാക്കുകളൊക്കെ ശുശ്രൂഷ എന്നുള്ളതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയാക്കോണിയ എന്നുള്ള വാക്കാണ് ശുശ്രൂഷ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. അത് പൊതുവായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് വചന ശുശ്രൂഷയും മേശമേലുള്ള ശുശ്രൂഷയ്ക്കും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയാക്കോണിയ. നമുക്കറിയാം പ്രവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ മേശമേലുള്ള ശുശ്രൂഷ അവിടെയും ഡയാക്കോണിയ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയാക്കോണിയ. അപ്പോൾ ഏത് ശുശ്രൂഷയാണെങ്കിലും ആ ശുശ്രൂഷയിൽ അവർ അത് വളരെ ശ്രദ്ധാലുക്കളായും ദൈവാത്മാവിൻ്റെ നിയോഗത്താലും നിയന്ത്രണത്താലും നിർവഹിക്കണം എന്ന് പറയുന്നു. സ്തോത്രം. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉപദേശിക്കുന്നവൻ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പാരാഖലിയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രബോധിപ്പിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്. സ്തോത്രം. പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പാരാഖലിയോ പാരാക്ലീറ്റസ് ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. പാരാക്ലിയോ എന്ന് പറയുന്നത് പ്രബോധിപ്പിച്ച് നടത്തുന്നവനാണ്. അപ്പോൾ ഉപദേശിക്കുന്നവൻ. ഇന്നിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ് ഉപദേശം എന്നുള്ളത്, ഉപദേശി എന്നുള്ള വാക്കൊന്നും. പക്ഷേ ഉപദേശമുണ്ട്. അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ഉപദേശം ഇന്ന് എക്കോഫോർത്ത് ചെയ്യുകയാണ്. ഇന്ന് മാറ്റൊലിക്കൊള്ളുന്ന പോലെ ഏറ്റവും വിശദീകരിച്ച് പറയുന്ന ശുശ്രൂഷയാണ് ഇന്നത്തെ ഉപദേശിമാർക്കുള്ളത്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം ദൈവവചനത്തിൻ്റെ പ്രമാണപ്രകാരം യാഗമായി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഉയരുന്ന ദൈവപ്രസാദമുള്ള സൗരഭ്യവാസന പോലെ വേണം അവരുടെ ശുശ്രൂഷ ദൈവസന്നിധിയിലായിരിക്കേണ്ടതെന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. സ്തോത്രം. നോക്കണേ, ഈ പ്രബോധിപ്പിക്കുക എന്നുള്ളതിന് പാരാക്കലിയോ എന്നുള്ള വാക്കിന് എൻകറേജിങ് എന്നുള്ള അർത്ഥവ്യാപ്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻകറേജിങ്, ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന, ഇടിച്ചു താഴ്ത്തുന്നവരല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളറിയാം, നമ്മളൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളായാലും ചാർച്ചക്കാരായാലും സ്നേഹിതന്മാരായാലും ഈ പ്രത്യേക ഈ രോഗബാധയ്ക്ക് വിധേയപ്പെട്ടവർ ഇല്ലാത്ത ഒരു ആരെയും ചിലപ്പം കാണാൻ കഴിയില്ല. നിങ്ങൾ തന്നെ ഈ രോഗബാധിതരല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലും സ്നേഹത്തിലും ഒക്കെയുള്ള ആളുകൾ രോഗബാധിതരാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പോൾ ഇത് ദൈവം തൻ്റെ ശിക്ഷ അയക്കുകയാണ്, നീയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത് സർവനാശത്തിലേക്കുള്ള പോക്ക എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇടിച്ചു താഴ്ത്തുകയല്ല, അവരെ എൻകറേജ് ചെയ്യണം. ഇതിൻ്റെ നടുവിലും കരുതുന്നവനായ ദൈവത്തെക്കുറിച്ച് ജനത്തെ ഓർമ്മിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങേ അറ്റം വന്നാൽ ഒരു സംഭവിക്കുന്നത് മരണമല്ലേ ഉള്ളൂ. ഈ മരണം സംഭവിച്ചാലും അവന് പ്രത്യാശയുണ്ട്. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രബോധിപ്പിക്കുക, പാരാക്കലിയോ, എൻകറേജ് ചെയ്യുക. സ്തോത്രം. നോക്കണേ, തെറ്റായ വഴികളിലല്ല എൻകറേജ് ചെയ്യേണ്ടത്, ആയിരിക്കുന്ന നിലയിൽ തന്നെ തുടരണമെന്നല്ല. പിന്നെ ദൈവ വഴിയിലേക്ക് പോകുവാൻ, ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ, വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കുവാൻ ജനത്തെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുന്ന ശുശ്രൂഷ. സ്തോത്രം. അത് ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രബോധിപ്പിക്കുന്നവൻ. നോക്കണേ, പ്രബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രബോധനത്തിൽ. അപ്പോൾ അവിടെ പാരാക്കലിയോ എന്ന് പറഞ്ഞ് ആ ശുശ്രൂഷ ചെയ്യുന്നവൻ എൻകറേജ് ചെയ്യുന്നതിൽ ഉത്സുകനായിരിക്കണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ പ്രബോധനം എന്ന് പറയുന്നത് ആ പറയുന്ന വാക്കുകളെ സൂചിപ്പിക്കുന്നതും, പ്രബോധനത്തിൽ എന്ന രണ്ടാമത്തെ വാക്കിൻ്റെ അർത്ഥം ഉത്സാഹിപ്പിക്കുന്നതിൽ, എൻകറേജ് ചെയ്യുന്നതിൽ എന്നുള്ള അർത്ഥവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രബോധിപ്പിക്കുന്നവൻ അവനെ ഉത്സാഹിപ്പിക്കുന്നതിൽ, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിൽ, ആശ്വസിപ്പിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. അതിന് സർവ്വകൃപാലുവായ ദൈവം ആ നിലയിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ഇടയിൽ അനേകരെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേ സഹോദരങ്ങളെ, ഞങ്ങൾ നിങ്ങളെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ മടുത്തു പോകരുത്. നമ്മെ കരുതുന്നവനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഇന്നും പരമാധികാരിയായ കർത്താവുണ്ട്. സ്തോത്രം. ഏത് സാഹചര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിലും അതവൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടലാണ്. അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നിത്യതയാണ് പ്രധാനം. നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന കാര്യത്തിൽ ദൈവം കരുതലോടുകൂടിയാണ് പെരുമാറുന്നത്. സഹിക്കാൻ കഴിയുന്ന നിമിത്തം ഒരു പരീക്ഷയും അവൻ നൽകുന്നവനല്ല, അവൻ അയക്കുന്നവനല്ല. അതിൽ കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാം.